പുടിൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. വ്ളാഡിമിർ സെലൻസ്കിക്ക് റഷ്യയിൽ അഭയം നൽകുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം പുടിൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: അവൻ പെട്ടെന്നൊരു ജാക്കിൻ ബോക്സ് പോലെ പ്രത്യക്ഷപ്പെട്ടാൽ റഷ്യ ആരെയും നിരസിക്കില്ല. എന്നിരുന്നാലും സെലൻസ്കിക്ക് രാഷ്ട്രീയ അഭയം ആവശ്യമില്ല എന്നും അദ്ദേഹം മിക്കവാറും വിദേശത്തേക്ക് പോവുകയും വിദേശ രാജ്യങ്ങൾ അയാളെ പിന്തുണക്കുകയും സഹായിക്കുകയുമാകും ചെയ്യുക എന്നാണ് പുടിൻ പറഞ്ഞു വെച്ചത്. ഇതൊരു കൃത്യമായ രാഷ്ട്രീയമാണ്. എന്നുവെച്ചാൽ സെലൻസ്കി സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും എന്ന് തന്നെയാണ് പുടിൻ പറഞ്ഞു വെച്ചത്. പുടിനോടുള്ള ചോദ്യം തന്നെ പ്രസക്തമാണ്. ചോദിച്ചയാൾക്കറിയാം സെലൻസ്കിയെ വെറുതെ വിടില്ല റഷ്യ എന്ന്. പുടിൻ കൃത്യമായി പറഞ്ഞു സെലൻസ്കിയെ അട്ടിമറിക്കുമെന്നും അയാൾക്ക് രാജ്യം വിടേണ്ടി വരുമെന്നും. അതുകൊണ്ടാണ് റഷ്യയിൽ അഭയം നൽകില്ല എന്നും ഇപ്പോൾ സെലൻസ്കിയെ പിന്തുണക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ അവ നൽകിയേക്കും എന്നും പുടിൻ പറഞ്ഞത്. ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സെലൻസ്കിയെ അറസ്റ്റ് ചെയ്യുമോ പിടികൂടുമോ എന്നതാണത്. അതിനു മുൻപേ സെലൻസ്കിയുടെ രക്ഷകർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നതുമാണ് പുടിൻ പറഞ്ഞു വെച്ച കാര്യം. ഏതായാലും സെലൻസ്കിയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് പുടിൻ പറയാതെ പറഞ്ഞത്. റഷ്യൻ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം മരണ വാറണ്ടിലാണ് സെലൻസ്കി ഒപ്പിട്ടതെന്ന് റഷ്യൻ വക്താക്കൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പുടിൻ ഒരു പ്രസ് മീറ്റ് നടത്തുകയാണ്. എല്ലാ വർഷവും പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ് മീറ്റാണ്. എന്ന് വെച്ചാൽ ഡിസംബർ മാസത്തോടുകൂടി ആ വർഷം വരെയുള്ള രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ, വരാനിരിക്കുന്ന വർഷത്തിൽ രാജ്യത്തെ ജനങ്ങളോട് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നതൊക്കെ പറയുക എന്നതാണ് ആ ഒരു പ്രസ് മീറ്റ് കൊണ്ട് പുടിൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേവലം ഒരു പ്രസ് മീറ്റ് മാത്രമൊന്നുമല്ല, പ്രത്യേക സംവിധാനത്തോടെ സ്ക്രീനിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ള കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയും പുടിൻ അതിന് മറുപടി പറഞ്ഞുമൊക്കെയുള്ള ഒരു പ്രത്യേക തരം പ്രസ് മീറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ കേൾക്കുക, അവരുടെ പരിഭവങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുക, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക, അവർക്ക് ആത്മവിശ്വാസം നൽകുക തുടങ്ങിയവയൊക്കെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പുടിൻ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നതാണ്. ഏറെ രസകരവും ഗൗരവമേറിയതുമായിരുന്നു ഈ ശൈലി. 4 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിപാടിയിൽ റഷ്യയിലെ മാധ്യമപ്രവർത്തകർ, വിദേശ മാധ്യമപ്രവർത്തകർ, രാജ്യത്തെ പൗരന്മാർ എന്നിവരിൽ നിന്നുള്ള 76 ചോദ്യങ്ങൾക്ക് പുടിൻ ഉത്തരം നൽകി. എല്ലാവരും കരുതിയത് ലോകത്തെ സീരിയസ് വിഷയങ്ങളിൽ പുടിൻ മറുപടി പറയുമെന്നായിരുന്നു. എന്നാൽ പുടിൻ കേന്ദ്രീകരിച്ചതാവട്ടെ റഷ്യയിലെ ജനങ്ങളുടെ ഹാപ്പിനെസ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സീരിയസ് ചോദ്യങ്ങളൊക്കെ വന്നു, അതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യത വന്നത് ഈ വ്യക്തിപരമായതും അതുപോലെ തന്നെ രസകരമായതുമൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ്. അതിന് കാരണം നിലവിലെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ അങ്ങ് ബാധിച്ചിട്ടില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പുടിൻ മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ആ ശരീരഭാഷയിലൂടെ. ചില ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയും നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ തന്നെ സെലൻസ്കിയെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ് പുടിൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു, ആ മുകളിൽ പറഞ്ഞ കാര്യമാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാൽ, നിങ്ങൾക്ക് എന്താണ് റഷ്യ എന്നാണ് ഒരു ചോദ്യം. അതിന് ഉത്തരം നൽകിയത് റഷ്യ ഒരു വലിയ രാജ്യമാണെന്നും എന്നാൽ ഏറ്റവും പ്രധാനം ജനങ്ങളാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ റഷ്യയെ എൻ്റെ കുടുംബം പോലെയാണ് കാണുന്നത് എന്നും പുടിൻ പറയുകയാണ്. താൻ വെറുക്കുന്ന ബാധ്യതകൾ തനിക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. രാജ്യത്തിൻ്റെ പ്രസിഡന്റാകാൻ ആളുകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുമതലകൾ പൂർണ്ണ സമർപ്പണത്തോടെ നിർവഹിക്കാൻ ഞാൻ മനസ്സുവെക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചെയ്യേണ്ടതെല്ലാം സന്തോഷത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനം കണ്ടവരുടെ ചില വാചക സന്ദേശങ്ങളും ചോദ്യങ്ങളും ആ പ്രസ് മീറ്റ് നടക്കുന്ന സ്റ്റുഡിയോയുടെ വാൾ മോണിറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അവരിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പ്രസിഡന്റിനെ വിളിക്കുന്നത് കത്യ എന്നാണ്. കത്യ, നിങ്ങൾ ഇത് കാണുന്നുവെന്ന് എനിക്കറിയാം, എന്നെ വിവാഹം കഴിക്കാമോ എന്ന്. ഇതൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനോട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കണമെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം അവിടെ ഹീറോ ആകുന്നത് എന്നതാണ്. അത് ഹീറോ ആക്കാൻ വേണ്ടിയുള്ള പല ടെക്നിക്കുകളും എടുക്കുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ഈ പുടിൻ എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ചിരിക്കുന്ന മുഖത്തിനപ്പുറത്ത്
ലോകത്ത് ഭീകരമായ മറ്റൊരു മുഖം കൂടിയുണ്ട് എന്നത് ലോകം അദ്ദേഹത്തെ പഠിച്ചാൽ മനസ്സിലാകുന്നതാണ്. റഷ്യയിലെ ദൈനംദിന ജീവിതത്തിൽ വിദേശ പദങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് മറ്റൊരു വാചകം ഒരാൾ പരാതിയായി പറയുന്നുണ്ട്. ക്യാഷ് ബാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ മുത്തശ്ശിയോട് എങ്ങനെ വിശദീകരിക്കും എന്നാണ് ലേഖകന്റെ ചോദ്യമുണ്ടായത്. മറ്റൊരു സന്ദേശം പുടിനോട് തൻ്റെ ഓഫീസിൽ എന്തെങ്കിലും ഛായാചിത്രങ്ങൾ ഉണ്ടോ എന്നാണ്. അവയൊന്നുമില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റ് എന്നാൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ മിഖായേൽ ലൊമോനോസോവിൻ്റെ ഒരു ഐക്കണും പ്രതിമയും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജനസംഖ്യാശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിന് രാജ്യത്ത് ബഹുഭാര്യത്വം അനുവദിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന മറ്റൊരു വാചക സന്ദേശം സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ജനസംഖ്യാ പ്രശ്നം രൂക്ഷമാണെന്നും ജനസംഖ്യാപരമായതും കുടുംബവുമായി ബന്ധപ്പെട്ടതുമായ നയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് റഷ്യയിൽ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും സെഷനിൽ നേരത്തെ പുടിൻ പറഞ്ഞു. മെറ്റേണിറ്റി ക്യാപിറ്റൽ, ഗർഭിണികൾക്കുള്ള സബ്സിഡികൾ, കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള മോർട്ട്ഗേജുകൾ എന്നിവ പോലെയുള്ള കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അശ്ലീല വെബ്സൈറ്റുകൾക്ക് റഷ്യ നിരോധനം ഏർപ്പെടുത്തണമോ എന്ന ചോദ്യം വളരെ ചിരി പടർത്തി എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷയം വളരെ സൂക്ഷ്മമാണ് എന്ന് പുടിൻ പറഞ്ഞു. അവർ ലോകത്തിൻ്റെ എല്ലായിടത്തിരുന്നും അശ്ലീലം കാണുന്നുണ്ട്. ഇതൊരു സ്റ്റീക്ക് ഓർഡർ ചെയ്യപ്പെടുന്നത് പോലെയാണ്. ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. വിശാലമായ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന അശ്ലീലത്തിന് ബദൽ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഒരേ ഒരു യഥാർത്ഥ പ്രതിവിധി. അതിനാൽ ഒരു വ്യക്തി ഒരു അശ്ലീല വെബ്സൈറ്റ് നോക്കിയിട്ട് പറയുന്നു, ഇല്ല, ഞാനത് ഇതിനകം കണ്ടു, എനിക്ക് മറ്റെന്തെങ്കിലും വേണം എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരത്തെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്. സദസ്സിൽ നിന്ന് ഇത് വലിയ ചിരി ഉണർത്തി എന്നാണ് ചില അന്താരാഷ്ട്ര വ്ലോഗുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചില പ്രത്യേക പേജുകളും കോളങ്ങളുമൊക്കെ രസകരമായിട്ട് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പുടിനെ അപമാനകരമായ പേരുകൾ പല രാജ്യങ്ങളിലുള്ള പൗരന്മാരും വിളിക്കുന്നുണ്ട്. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരെങ്കിലും നിങ്ങളെ പേരുകൾ വിളിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, അത് സ്വയം വിളിക്കുന്നു, അത് ഒരു നിസ്സഹായതയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവർ അത് ഉപയോഗിക്കട്ടെ, നമുക്ക് ലക്ഷ്യം വേറെയാണ് എന്നാണ് പുടിൻ അതിന് മറുപടി കൊടുത്തത്. വ്ളാഡിമിർ സെലൻസ്കിക്ക് അഭയം നൽകുമോ എന്ന് പുടിൻ ചോദിച്ചപ്പോൾ അവ പെട്ടെന്നൊരു ജാക്കിൻ ബോക്സ് പോലെ പ്രത്യക്ഷപ്പെട്ടാൽ റഷ്യ ആരെയും നിരസിക്കില്ല എന്നും, എന്നാൽ സെലൻസ്കിക്ക് നമ്മൾ അഭയം കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പിന്തുണക്കുകയും മിക്കവാറും അവൻ വിദേശത്തേക്ക് പോവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്ളാഡ് ബുമഗ എന്ന പേപ്പർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു 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 സ്വാധീനം ചെലുത്തിയാണ് പ്രസിഡന്റിനെ ഒരാളെ സമീപിച്ചത്. ഇതാണോ നിങ്ങളുടെ തൂലിക നാമം എന്ന് അയാളോട് പുടിൻ ചോദിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കുടുംബ പേര് എന്ന് ആ പേപ്പറുമായിട്ട് വന്ന അദ്ദേഹം ഒരു ബ്ലോഗറാണ്, അദ്ദേഹം പറയുന്നുമുണ്ട്. റോക്ക് പേപ്പർ കത്രിക എന്ന ജനപ്രിയ ഗെയിമിനെ പരാമർശിച്ചുകൊണ്ട് പുടിൻ ഉടൻ തന്നെ പറഞ്ഞു, ഒരു കളിയിലെ പാറയേക്കാൾ ശക്തമാണ് കടലാസ് എന്ന്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കിയാണ്. ഇങ്ങനെ പുടിൻ്റെ ഒരു പ്രസ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗോള തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പുറത്തു വന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുടിൻ എന്ത് പറയുന്നു എന്ന് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, കാത്തിരിക്കുന്ന വാർത്താ ചാനലുകളും സംവിധാനങ്ങളും ഒക്കെ ലോകത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഉണ്ട്. പക്ഷേ പുടിൻ ഇപ്പറഞ്ഞതൊക്കെ 4 മണിക്കൂർ എടുത്ത് പറഞ്ഞതിൽ ഭൂരിഭാഗവും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് വളരെ സൗമ്യമായി അവർക്ക് ആശംസകൾ നേർന്ന് ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസ് ചെലവഴിക്കണമെന്ന് പറഞ്ഞ് കുടുംബത്തോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ചെലവഴിക്കണം, കുടുംബത്തെ സൂക്ഷിക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം, നിത്യജീവിതത്തിലെ സാമ്പത്തിക വിനിയോഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബിസിനസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യാത്രകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരാതിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഔദ്യോഗിക വഴിയിലൂടെ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെയാണ് പുടിൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ പ്രസിഡന്റ് ഒരു വർഷം അവസാനിച്ച് മറ്റൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയോ പരാതിപ്പെടാനുള്ള അവസരമുണ്ടാക്കുകയോ അല്ല ചെയ്തിട്ടുള്ളത്. കൃത്യമായി അവരുടെ ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തെ കണ്ടറിഞ്ഞ് രാജ്യത്തെ പ്രസിഡന്റ് പുടിൻ പറയുന്ന സന്ദർഭം പോലും തൻ്റെ രാജ്യത്തെ ഏറ്റവും നിർണായകമായ
ഒരു ശാസ്ത്രജ്ഞനെ, ഒരു ഉദ്യോഗസ്ഥനെ ശത്രുരാജ്യം കൊന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുന്നത്. അതിൻ്റെ പകയോ വിഭ്രാന്തിയോ ഭയമോ ദുഃഖമോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല. അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. അദ്ദേഹം തീർത്ത് പറയുകയും ചെയ്തു, ഈ രാജ്യം സ്വതന്ത്രമായിട്ട് നിൽക്കും. ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. എല്ലാ തരത്തിലുമുള്ള രാജ്യമാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ഭീഷണിയില്ല. അങ്ങനെ ഏതെങ്കിലും രാജ്യം ഭീഷണിയുമായിട്ട് വന്നാൽ ആ രാജ്യം ഈ ഭൂമി ലോകത്തുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ഉക്രൈൻ ഇപ്പോഴും 4 വർഷമായിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉക്രൈനികളും റഷ്യക്കാരാണ് എന്ന വിശ്വാസം റഷ്യയുടെ പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ളവരാണ്. പരസ്പരം വേരുകളുള്ള, കുടുംബ വേരുകളും ബന്ധങ്ങളുമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഉക്രൈനികളെ കൊല്ലുന്നതും റഷ്യക്കാരെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നൊരു സംഹിത കൂടി ഔദ്യോഗികമല്ലെങ്കിലും റഷ്യ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധം എന്ന ഒരു പേരിലേക്ക് റഷ്യ ഇപ്പോഴും ഉക്രൈൻ അധിനിവേശത്തെ വിശേഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ എന്നതാണ് പുട്ടിൻ പറഞ്ഞ കാര്യത്തിൻ്റെ പൊരുൾ എന്നാണ് നമുക്ക് മനസ്സിലായത്. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റ് പുട്ടിൻ നടത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, മരണ വാറണ്ടിൽ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു സെലൻസ്കി എന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. അതിനെ സാധൂകരിക്കുന്ന ഏറ്റവും കൃത്യമായ രാഷ്ട്രീയം പ്രസിഡന്റ് പുട്ടിൻ പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുക തന്നെയായിരിക്കും സാധ്യത. എന്ന് വെച്ചാൽ ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുന്നു, സെലൻസ്കി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടേക്കും.